ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം, സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ വന്നിട്ട് എൻ്റെ നൈറ്റിലെ കൊച്ചു കൊച്ചു കലാപരിപാടികളാണ് കേട്ടോ. എനിക്ക് എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും നൈറ്റിലല്ല, ചില രാത്രികളിലൊക്കെ നമുക്ക് ഫുഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ഫുഡ് കാര്യങ്ങൾ കറി അതൊക്കെ തന്നെ മതി. അപ്പോൾ ഇന്നത്തെ നൈറ്റ് വന്നിട്ട് നമ്മൾ പൊതുവേ ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനൊന്നും പ്ലാനില്ല. ഇന്ന് നല്ല ചൂട് പൊറോട്ടയും, നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അയല അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ചൂട് പൊറോട്ടയും അങ്ങനെ പിച്ചിയെടുത്തിട്ട് ആ ചൂടോട് കൂടിയിട്ടുള്ള അയല ഫ്രൈ ഇങ്ങനെ പിച്ചിയെടുത്തിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, അതൊരു അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു എന്തായാലും അയല ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ചൂട് പൊറോട്ടയും വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഞാനിത് അയല ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പീസാക്കുന്നൊന്നുമില്ല, മൊത്തത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്, നല്ല മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഇച്ചിരി ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇസുബേബിക്കാണ്. ഇസുബേബിക്ക് നാളെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞീൻ്റെ കൂടെയൊക്കെ ഫ്രൈ ചെയ്താൽ ഇസുവിന് കൊടുക്കാമല്ലോ. അതിന് വേണ്ടി ഒരു 10 ചെമ്മീനോളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ അവൾക്ക് അത് മതി. അപ്പോൾ അതും എടുത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. അത് മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എടുത്തിട്ട് പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എടുത്ത് ക്ലീൻ ആക്കിയിട്ട് മസാല തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയല ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള മസാല സെറ്റാക്കി എടുക്കണം. പൊതുവേ നമ്മൾ മസാല ഒരു 1 വീക്കിലേക്കൊക്കെ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യലാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് പണികളൊക്കെ എളുപ്പമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യലാണ് പതിവ്. ഉണ്ടാക്കി വെച്ച മസാല ഏതായാലും ഇല്ല. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഇനി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് തന്നെ അയല ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ, എന്നാലേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ അയലൊക്കെ നന്നായിട്ട് വരഞ്ഞതിന് ശേഷം ഞാൻ മസാല ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇതിലേക്ക് ഈ അയലക്ക് മാത്രമല്ല കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു 1 വീക്കിലേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആക്കി വെക്കാണ്, നമുക്കൊരു 1 വീക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കണം. അതിനുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ അയലൊക്കെ വരഞ്ഞതിന് ശേഷം ഒന്നുകൂടി കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചോളാം. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മൂഡായിരിക്കില്ലേ നമുക്കൊക്കെ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടോടെ കഴിക്കാനായിട്ട്, ഒരു പ്രത്യേക ഒരു മൂഡ് തന്നെ നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു മൂഡാണ് കേട്ടോ നല്ല ചൂട് പൊറോട്ടയും നല്ല ചൂടോട് കൂടിയിട്ടുള്ള അയല ഫ്രൈ ചെയ്തതും. അങ്ങനെ ഒരു മൂഡിൽ ഉദിച്ചൊരു സംഭവമാണ്. അപ്പോൾ അത് തിന്നാനൊരു കൊതി. അപ്പം നമുക്ക് പല സമയത്ത് പല രീതിക്ക് ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും കൊതിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കൊതിയാണ് ഇത്. ഞാൻ പൊതുവെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. എനിക്ക് ഈ പെരി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാനിത് മസാല തേക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് കേട്ടോ. ഇച്ചിരി വെളുത്തുള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ മസാല ഫസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ മിക്സീൻ്റെ ജാറിലിട്ടങ്ങാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടാട്ടോ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വെളുത്തുള്ളിയും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ ഇച്ചിരി എരിവിനായിട്ട് 2 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം.
അങ്ങനെ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി പെരുംജീരകത്തിൻ്റെ വലിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാല ആഡ് ആക്കും കേട്ടോ. ഇച്ചിരി മാത്രം. ആ ഒരു ഇതിന് നമുക്കിത് വേണമെങ്കിൽ ചിക്കനൊക്കെ മസാല തേക്കുന്ന സമയത്ത് നമുക്ക് ചിക്കനും ഈ ഒരു മസാല യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഗരം മസാല ആഡ് ആക്കും കേട്ടോ. മീനിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഫ്ലേവർ കാര്യങ്ങളൊന്നും വരില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനത് എന്തായാലും ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി എസൻസ് കേട്ടോ, സുർക്ക ആഡ് ആക്കും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ നമ്മളിത് ഞാൻ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും ഞാനിതിലേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ടാണ് പൊതുവേ ഇത് മിക്സ് ചെയ്യൽ. ഇപ്പം എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീൻ മുറിക്കുമ്പോൾ ആ ഫിഷ് ക്ലീൻ ആക്കുമ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇത് ജസ്റ്റ് മിക്സ് ആക്കിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരു 1 വീക്കിലേക്കൊക്കെ ഈ ഒരു മസാല ഉണ്ടാവും. ഞാനിതാ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കലാട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ അയലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊരു അരമണിക്കൂർ 1/2 അവർ നമുക്ക് ആ ഒരു ടൈം, എനിക്കിപ്പോൾ ആ ഒരു സമയമുള്ളൂ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് ഫ്രൈ ചെയ്യാൻ പോലെ 1/2 അവർ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ല് തന്നെ വരാനുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ല് നമുക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ആവേശം കുറച്ച് കൂടും. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്യാനുള്ള ഉള്ളി മറ്റേ ലെമണൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ അതേ എല്ലാം ഫ്രൈ ചെയ്ത് ഒക്കെ സെറ്റായതിന് ശേഷം ഞാനിത് ഓരോന്നോരോന്നായിട്ട് ടേബിൾ മേൽ കൊണ്ട് വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് ആരുമില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ചോറൊക്കെ വെക്കുന്നുണ്ട്. ചോറ് ഉപ്പാക്ക് വേണ്ടിയിട്ടാട്ടോ. ഇപ്പ നൈറ്റ് ചോറാണ് കഴിക്കുക. ഇപ്പക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇന്ന് ചോറാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പാക്ക് ഇച്ചിരി ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 3-4 കുബൂസും ഉണ്ട്, പിന്നെ പൊറോട്ട ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നൈറ്റത്തെ ഫുഡ്. അപ്പോൾ ഇത് ഫസ്റ്റിലേ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റ് ഫുഡാണ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, അയല ഫ്രൈയും പൊറോട്ടയും കഴിക്കാനൊരു കൊതി, അപ്പോൾ അതാക്കി. അപ്പോൾ ഇതേ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു മീനുണ്ടല്ലോ ഇത് നമ്മൾ ഉച്ചക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ച കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മുടെ നൈറ്റ് ഫുഡ്. അപ്പോൾ എന്തായാലും ഞാനും ഫുഡ് കഴിക്കട്ടെ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അയല ഫ്രൈയും പൊറോട്ടയും വെച്ച് കഴിക്കാനായിട്ട്. പ്രത്യേകമായിട്ട് കറിയൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവും പുളിയും എല്ലാം കൂടി ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ.